കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ഡൽഹി ഇമാം. പീതാംബരക്കുറുപ്പിന്റെ പ്രസ്താവന വിവാദമായി. സംസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ കാർഡ് നിർബന്ധം. NRI വോട്ടർമാരിൽ 97% കേരളത്തിൽ. UDFന് തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്തം തനിക്കെന്ന് ഉമ്മൻചാണ്ടി. പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന ഡൽഹി ഇമാം. മതേതര വോട്ടുകൾ ഭിന്നിക്കരുത്. വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് അകറ്റണമെന്നും ഡൽഹി ഇമാം. RSPയുടെ മുന്നണി മാറ്റം 3 ആഴ്ച മുമ്പേ ചർച്ച ചെയ്തുവെന്ന പീതാംബരക്കുറിപ്പ്. കുറിപ്പിന്റെ പ്രസ്താവന വിവാദമായി. KPCC വിശദീകരണം ചോദിച്ചു. മുന്നണി മാറ്റത്തിന് ചരടുവലിച്ചത് ഒരു IPS ഓഫീസറെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ആസൂത്രിത ഗൂഢാലോചനയെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ കാർഡ് നിർബന്ധം. യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് വീൽചെയർ സൗകര്യമൊരുക്കുമെന്നും ചീഫ് ഇലക്ഷൻ ഓഫീസർ നളിനി നെറ്റോ. പ്രചാരണ ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനിടെ പത്തനംതിട്ട അസിസ്റ്റന്റ് കളക്ടർക്ക് മർദ്ദനം. 2 UDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ NRI വോട്ടർമാർ വടകരയിൽ രജിസ്റ്റർ ചെയ്തത് 3196 വോട്ടർമാർ. ആകെ NRI വോട്ടർമാരിൽ 97% കേരളത്തിൽ. സംസ്ഥാനത്തെ UDFന് അനുകൂലമായ സാഹചര്യമെന്ന മുഖ്യമന്ത്രി. തിരിച്ചടിയുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്നും ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് RMP സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് വടകര. എന്നാൽ NRI വോട്ടർമാരുടെ സാന്നിധ്യമാണ് ദേശീയ തലത്തിൽ വടകരയുടെ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും കൂടുതൽ NRI വോട്ടർമാരുള്ള മണ്ഡലമാണ് വടകര. 543 ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇക്കുറി രാജ്യത്ത് 11,844 NRI വോട്ടർമാരാണുള്ളത്. ഇതിൽ 97% കേരളത്തിലാണ്. 11,448 കേരളത്തിലെ NRI വോട്ടർമാരുടെ എണ്ണം. ഇതിൽ 3,196 വടകരയിലാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ NRI വോട്ടർമാരുള്ള മണ്ഡലമാണിത്. പൊന്നാനിയും കണ്ണൂരുമാണ് തൊട്ടുപിന്നിൽ. ഇടുക്കിയാണ് ഏറ്റവും കുറവ് NRI വോട്ടർമാരുള്ള മണ്ഡലം. ഗോവ, ന്യൂഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ താരതമ്യേന NRI വോട്ടർമാരുടെ എണ്ണം കുറവാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫ്ലക്സുകൾ എടുത്തുമാറ്റുന്നതിനിടെ പത്തനംതിട്ട അസിസ്റ്റന്റ് കളക്ടറെ UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ PB നൂഹിനെയാണ് കയ്യേറ്റം ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട 2 UDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ച ഉച്ചയോടെ പത്തനംതിട്ട മൈലപ്രയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പേരിൽ പൊതുനിരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനിടയിലാണ് അസിസ്റ്റന്റ് കളക്ടർ PB നൂഹിനെ UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത്. 5ഓളം UDF പ്രവർത്തകർ മദ്യപിച്ചെത്തി കളക്ടറെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ബാക്കിയുള്ള 3 പേർ ഓടി രക്ഷപ്പെട്ടു. തഹസിൽദാരും 2 ഉദ്യോഗസ്ഥരും ഡ്രൈവറും സംഭവം നടക്കുമ്പോൾ അസിസ്റ്റന്റ് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം SP രാഹുൽ ആർ നായരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പത്തനംതിട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 പത്തനംതിട്ട. RSP ഇടതുമുന്നണി വിടുന്നതിന് 3 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇക്കാര്യം തന്നോട് ചർച്ച ചെയ്തിരുന്നുവെന്ന് പീതാംബരക്കുറുപ്പ് MPയുടെ പ്രസ്താവന വിവാദമാകുന്നു. ഇതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ കുറുപ്പിനെ വിളിച്ചുവരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. RSPയുടെ മുന്നണി മാറ്റം ആസൂത്രിത ഗൂഢാലോചനയെന്ന് LDF പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് മുതിർന്ന RSP നേതാവിന്റെ ജന്മദിനാഘോഷ ചടങ്ങിലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. RSPയുമായി ബന്ധപ്പെട്ട പീതാംബരക്കുറുപ്പ് പരാമർശം നടത്താൻ സാധ്യതയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സംസ്ഥാനത്ത് വോട്ടേഴ്സ് ID കാർഡ് നിർബന്ധമാക്കും. യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് വീൽചെയർ സൗകര്യമൊരുക്കുമെന്നും നളിനി നെറ്റോ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 45 കമ്പനി കേന്ദ്രസേന സംസ്ഥാനത്തുണ്ടാകും. 10 കമ്പനി കൂടി ആവശ്യമെങ്കിൽ കേരളത്തിലെത്തും. മൊത്തം വോട്ടർമാരിൽ 10% വർധനവുണ്ടായി. നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച സാഹചര്യത്തിൽ ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇടപെടില്ലെന്നും നളിനി നെറ്റോ അറിയിച്ചു. ഇലക്ഷൻ കാർഡ് ഉള്ളവർ കാർഡ് തന്നെ കൊണ്ടുവരണമെന്ന് തന്നെയാണ്. കാർഡ് കൊണ്ടുവരാൻ സാധിക്കാത്തവർക്ക് ഒരു 11 ഓൾട്ടർനേറ്റ് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്. കേരളത്തിൽ 100% ആൾക്കാർക്കും ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്.
സംസ്ഥാനത്തെ UDF അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്നും തിരിച്ചടിയുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജസ്റ്റിസ് ഹാറൂൺ റഷീദിനെ ഇംപീച്ച് ചെയ്യേണ്ടെന്നു തന്നെയാണ് തീരുമാനം. RSPയുമായി ബന്ധപ്പെട്ട പീതാംബരക്കുറിപ്പ് പരാമർശം നടത്താൻ സാധ്യതയില്ലെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ച് യോഗത്തിലുണ്ടായിരുന്നു. ഇന്നലെയും ഞങ്ങൾ ഒന്നിച്ച് യോഗത്തിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, ഞാനിവിടെ കൂട്ടത്തിലുണ്ടായിരുന്നേ. ഞാനിരിക്കുമ്പോഴല്ലേ പുള്ളി പറഞ്ഞത്. പോളിംഗ് ബൂത്തിൽ ഇടവേള. പോളിംഗ് ബൂത്ത് തുടരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് ചിത്രത്തിൽ ഇല്ലാതായെന്നും BJP തന്നെയാണ് മുഖ്യശത്രുവെന്നും ആം ആദ്മി പാർട്ടി നേതാവ് യോഗേന്ദ്ര യാദവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മീഡിയ വണ്ണോട് സംസാരിക്കുകയായിരുന്നു. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ സ്ഥാനാർത്ഥി കൂടിയായ യോഗേന്ദ്ര യാദവ്. What do you feel after completing your first round of campaigning? I feel very enthused. I feel particularly enthused that we have been able to mount a campaign which did not resort to caste appeal, which did not resort to communal appeal, which has addressed every section of society here. And perhaps for the first time in the history of this constituency, people cutting across social divides have shown faith in a political party, have shown faith in Aam Aadmi Party and its style of politics. So I feel very enthused, I feel overwhelmed. As I said here in the speech, Congress has just run away from this election. It's nowhere to be seen. In this constituency, I don't see Congress anywhere. So naturally, like we attacked Sheila Dikshit in Delhi, similarly now our focus is on Narendra Modi and BJP, which is what we are doing now. But which is not to say that we make a distinction between Congress and BJP. For us, both of them represent the rejected, dejected political establishment of this country. Whoever happens to have some presence, that is the one which we attack first. You are an election survey expert also. So have you conducted any surveys on seats Aam Aadmi Party can get? When I do, I will happily share with all of you. Okay, thank you. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസ് അല്ല BJP തന്നെയാണ് പ്രധാന ശത്രു എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. ഹരിയാനയിലെ ഖസേരഗാവിൽ നിന്ന് ക്യാമറമാൻ ഹരിവി നായർക്കൊപ്പം TK ഹരീഷ്, മീഡിയ 1. രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ഡൽഹി ജുമാ മസ്ജിദ് ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി. രാജ്യത്തെ മതേതര വോട്ടുകൾ ഭിന്നിക്കരുതെന്നും മുസ്ലിങ്ങൾ വോട്ട് പാഴാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത് വോട്ട് പാഴാക്കുന്നത് തുല്യമാണെന്ന് പറഞ്ഞ ഡൽഹി ഇമാം പക്ഷേ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തു. लोकसभा इंतखाबात 2014 के लिए कांग्रेस की हिमायत का ऐलान करता हूं. मगरबी बंगाल के वोटरों से मेरी अपील है कि वो तृणमूल कांग्रेस को उम्मीदवारों को कामयाब बनाएं. കേരളത്തിൽ സോളാർ എന്ന പദം പാർട്ടികൾക്ക് പാരയോ കച്ചിത്തുരുമ്പോ ഒക്കെയാണ്. പക്ഷേ കൊൽക്കത്തയിലെ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അത് ആശ്വാസമാണ്. അതെങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കാണാം. പൊള്ളുന്ന വേനലിന്റെ ചൂട് ഒരു ഭാഗത്ത്, ഓരോ നിമിഷവും കുത്തനെ ഉയരുന്ന തെരഞ്ഞെടുപ്പ് ചൂട് മറുഭാഗത്ത്. സന്തോഷത്തിന്റെ നഗരമായ കൊൽക്കത്തക്കാർ ഇതിനൊരു പരിഹാരം തേടി. നഗരത്തിലെ റിന്യൂവബിൾ എനർജി കോളേജ് ആ പരിഹാരം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ചൂടിൽ നിന്നും ശരീരത്തെ പ്രതിരോധിക്കാനുള്ള സോളാർ ജാക്കറ്റാണ് താരം. ജാക്കറ്റിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ ഫാൻ ശരീരത്തെ എപ്പോഴും തണുപ്പിച്ചു നിർത്തും. സോളാർ എനർജിയിലാണ് ഫാൻ പ്രവർത്തിക്കുക. बहुत आदमी है जो सारा आदमी ये क्या करता है, क्लाइमेट चेंज को, जो इन्वायरमेंट के लिए काम करता है, उनको सपोर्ट देता है. तो उनके लिए भी फ़ायदा होगा. जो पार्टी ये पढ़ के जो कैंपेन कर रहे हैं उनके लिए फ़ायदा होगा और पार्टी को लिए भी फ़ायदा होगा. കേരളത്തിൽ സോളാർ എന്ന് കേട്ടാൽ വിയർക്കുന്ന കോൺഗ്രസുകാർ പക്ഷേ കൊൽക്കത്തയിൽ സോളാർ ജാക്കറ്റിട്ട് വിയർപ്പിനെ അകറ്റും. വോട്ടുപിടുത്തത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികൾക്കും പരിവാരങ്ങൾക്കും മാത്രമല്ല, കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾക്കും ട്രാഫിക് പോലീസുകാർക്കുമെല്ലാം ജാക്കറ്റ് വലിയ ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.
2G സ്പെക്ട്രം കേസിൽ ജയിൽവാസം അനുഭവിച്ച എ രാജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശ്രദ്ധേയമായ തമിഴ്നാട്ടിലെ നീലഗിരി മണ്ഡലത്തിൽ NDAയും കോൺഗ്രസും ഇനിയും പ്രചാരണം തുടങ്ങിയിട്ടില്ല. DMK, ADMK സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ സജീവമായി രംഗത്തുള്ളത്. DMK സ്ഥാനാർത്ഥിയായ എ രാജയും DMK സ്ഥാനാർത്ഥിയായ ഡോക്ടർ ഗോപാലകൃഷ്ണനും പ്രചരണ രംഗത്ത് ഏറെ മുന്നേറി കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എ രാജ പ്രചരണം ആരംഭിച്ചു. മണ്ഡലത്തിലെ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് രാജയുടെ പ്രചരണം. തുറന്ന വാഹനങ്ങളിൽ ആഘോഷത്തോടെയാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിലെത്തുന്നത്. ഓരോ ടൗണുകളിലും നൂറുകണക്കിന് പ്രവർത്തകരും അനുഭാവികളും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ സജീവമായുണ്ട്. പെരമ്പല്ലൂർ സ്വദേശിയായ ആണ്ടിമുത്തുരാജ എന്ന എ രാജ 2009 നീലഗിരിയിൽ നിന്നാണ് ജനവിധി തേടിയത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ADMKയിലെ ശ്രീകൃഷ്ണനെ 86,081 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രാജ ലോക്സഭയിലെത്തിയത്. ഇത്തവണ വിടുതലൈ സിർത്തി, മനിതനേയ കക്ഷി, പുതിയ തമിഴകം എന്നിവയും DMK മുന്നണിയിലുണ്ട്. കൂനൂർ സ്വദേശിയായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ നഗരസഭാ ചെയർമാനായിരുന്നു. പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അനഭിമതനാണെങ്കിലും ADMKയ്ക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം ഗോപാലകൃഷ്ണന് ഗുണകരമാകും. സ്ഥാനാർത്ഥിയായി ഗാന്ധിയെ പ്രഖ്യാപിച്ചതൊഴിച്ചാൽ കോൺഗ്രസ് പ്രചരണം തുടങ്ങിയിട്ടില്ല. BJP സ്ഥാനാർത്ഥിയായി കോയമ്പത്തൂർ സ്വദേശി ഗുരുമൂർത്തിയെയാണ് പ്രഖ്യാപിച്ചത്. വൈക്കോയുടെ MDMK, പാട്ടാളി മക്കൾ കക്ഷി, കൊങ്കുനാട് സംഘം, IJK എന്നിവയും NDA മുന്നണിയിലുണ്ട്. എന്നാൽ ഇനിയും വോട്ടർമാരെ തേടി BJP സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തിയിട്ടില്ല. ഊട്ടി, ഗൂഡല്ലൂർ, കൂനൂർ, അവിനാശി, ഭവാനിസാഗർ, മേട്ടുപ്പാളയം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് നീലഗിരി ലോക്സഭാ മണ്ഡലം. 12 ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. മനേഷ് മൂർത്തി, മീഡിയ 1, നീലഗിരി. കർണാടകയിൽ BJP 20 സീറ്റുകൾ നേടുമെന്ന് മുൻ മുഖ്യമന്ത്രിയും BJPയുടെ ഷിമോഗ സ്ഥാനാർത്ഥിയുമായ BS യെദ്യൂരപ്പ പറഞ്ഞു. ചിത്രദുർഗ ഹോസ്ദുർഗയിൽ മീഡിയ 1നോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡി തരംഗം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സംസ്ഥാനത്തുണ്ടെന്നും 20 സീറ്റുകൾ BJP നേടുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. In Karnataka, Modi wave is more than our expectation. 100% we are going to win minimum 20 seats from Karnataka. KJP രൂപീകരണവും BJPയിലെ തിരിച്ചുവരവും സംബന്ധിച്ച ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ. Does not arise. We are all together now. BJP is and forgetting all differences. We are working together, and atmosphere is more than our expectation. പ്രമോദ് മുത്തലിക് സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. സിദ്ധരാമയ്യ മോശം ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Miss road, no development work. People have disappointed like anything. That's why people have decided to support Bharatiya Janata Party. ക്യാമറ പേഴ്സൺ ഷിബുവിനൊപ്പം കർണാടകയിലെ ഹോസ്ദുർഗയിൽ നിന്നും ഇർഷാദ് പടന്ന മീഡിയ 1. തെരഞ്ഞെടുപ്പും തൊപ്പിയും തമ്മിൽ എന്തെന്ന ചോദ്യത്തിന് ഈ കൊടും വേനലിൽ പ്രസക്തിയില്ല. തോറ്റ് തൊപ്പിയിടാൻ വേണ്ടി മത്സരിക്കുന്നവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തണമെങ്കിൽ തൊപ്പി കൂടിയേ തീരൂ. സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പതിപ്പിച്ച തൊപ്പികൾ വൻ വിപണിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. ചിഹ്നം പതിപ്പിച്ച തൊപ്പികൾ വിതരണം ചെയ്താണ് പലയിടത്തും സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിൽ തൊപ്പി നിർമ്മാണം തകൃതിയാണ്. സമാജ്വാദി പാർട്ടിക്ക് ചുവന്ന തൊപ്പി, BSPക്ക് നീലത്തൊപ്പി, ആം ആദ്മി പാർട്ടിക്ക് വെള്ളയും കാവിയും കലർന്ന തൊപ്പി. തലമുറകളായി തൊപ്പി നിർമ്മാണം നടത്തുന്നവർ ഇവിടെ നിരവധിയാണ്. 10-ാം തീയതിയിലെ വോട്ടെടുപ്പിന് മുൻപ് പരമാവധി തൊപ്പികളും പൂർത്തിയാക്കണം. 17-ലെ വോട്ടെടുപ്പിന് മുൻപ് അടുത്ത ഘട്ടം തൊപ്പി നിർമ്മാണം തുടങ്ങണം. इसके साथ साथ हम भी पापा के साथ करते हैं और ये हमारा फैमिली काम है. इसके तरह से ये टोपी हमारी मजदूरी पे भी सिलाई वगैरह गत्ते कटिंग वगैरह होती है और BSP, कांग्रेस, BJP तरह जो भी पार्टियां हैं सबकी टोपियां हम तैयार करते हैं. 6 ഘട്ടങ്ങളിലായാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ തൊപ്പി നിർമ്മാണത്തിന് ഇവർക്ക് കുറച്ച് സാവകാശം ലഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ നേരിട്ടോ അവരുടെ പ്രചാരണ ചുമതല വഹിക്കുന്നവരോ ആണ് തൊപ്പിക്ക് ഓർഡർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ സ്ഥാനാർത്ഥികൾ രാത്രിയിലും പ്രചാരണം സജീവമാക്കി. രാത്രി വൈകിയും ആവേശത്തോടെയാണ് അണികൾ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ രാവിലെ 8 മണിക്ക് ആരംഭിച്ച പ്രചാരണം അവസാനിപ്പിച്ചത് രാത്രി 10 മണിക്ക് തുമ്പയിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനുവദിച്ച സമയം കഴിഞ്ഞതിനാൽ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്താൻ കഴിയാതെയാണ് പ്രചാരണം അവസാനിപ്പിച്ചത്. BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന്റെ പ്രചാരണം അവസാനിച്ചത് നെയ്യാറ്റിങ്കര കടകുളം ജംഗ്ഷനിൽ. രാത്രി വൈകിയും പ്രവർത്തകർ സ്വീകരണ കേന്ദ്രങ്ങളിൽ ക്ഷമയോടെ കാത്തുനിന്നു. നെയ്യാറ്റിങ്കരയിലായിരുന്നു LDF സ്ഥാനാർത്ഥി ബെനറ്റ് എബ്രഹാമിന്റെ ഇന്നത്തെ പ്രചാരണം.
അവസാന സ്വീകരണ കേന്ദ്രമായ ഉച്ചകടയിലും പ്രവർത്തകർ നൽകിയത് ആവേശജലമായ സ്വീകരണം. പ്രചാരണ സമയം കഴിഞ്ഞതിനാൽ സ്വീകരണത്തിന് നന്ദി മാത്രം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. വോട്ടിംഗ് മെഷീനിലെ തങ്ങളുടെ ചിഹ്നത്തിലേക്ക് പരമാവധി വീടുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രാത്രിയിലെ പ്രചാരണത്തിന് ചൂടേറുമെന്നുറപ്പ്. ക്യാമറാമാൻമാരായ റോബിനും മനോജിനും മോനിഷിനുമൊപ്പം ആസിം മുഹമ്മദ്, മീഡിയ 1 തിരുവനന്തപുരം. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപഥങ്ങളിലൂടെ. ഇന്ത്യയിലെ പല സർക്കാരുകളും അധികാരത്തിൽ നിന്ന് വീണത് അഴിമതിയുടെ പേരിലാണ്. അതിൽ പലതും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയുമായി. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇത്തരം അഴിമതി കഥകൾക്ക് ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. രാജ്യം അഴിമതി കഥകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ബോഫോസ് അഴിമതി. ഇന്ത്യൻ സൈന്യത്തിനായി 400-185 mm ഹോവിസർ ഫീൽഡ് തോക്കുകൾ വാങ്ങുന്നതിനായി സ്വീഡിഷ് കമ്പനിയായ AB ബോഫോസുമായി ഇന്ത്യ 1986 മാർച്ച് 24 കരാർ ഒപ്പുവെച്ചതോടെയാണ് ബൊഫോസ് എന്ന പേര് ഇന്ത്യക്കാർക്ക് പരിചിതമാവുന്നത്. 1500 കോടി രൂപയ്ക്കുള്ള കരാറായിരുന്നു അത്. ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കുന്ന ഒരു സാധാരണ ആയുധ കരാർ മാത്രമായ ബൊഫോസ് ഇടപാട് പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. ആയുധ കരാർ നേടാൻ ബൊഫോസ് കമ്പനി ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലി നൽകിയെന്ന് ഒരു സ്വീഡിഷ് റേഡിയോ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ബൊഫോസ് വലിയ വിവാദമാവുന്നത്. ഈ വാർത്ത പുറത്തുവന്ന് ദിവസങ്ങൾക്കകം തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി. ഇടപാടിൽ ഇടനിലക്കാരില്ലെന്നും ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം അടങ്ങിയിരുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി ബൊഫോസ് മാറി. VP സിംഗ് രാജീവിനെതിരെ ശക്തമായി രംഗത്തെത്തി. 1989 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തോൽവി നേരിടേണ്ടി വന്നു. 90-ൽ കേസ് CBIക്ക് വിട്ടു. 5 വർഷങ്ങൾക്ക് ശേഷം ബോ ആൻഡേഴ്സൺ എന്ന പത്രപ്രവർത്തകൻ ബൊഫോസിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ഈ കേസ് വീണ്ടും ചർച്ചയാവുന്നതിന് കാരണമായി. ഇതിനെ തുടർന്ന് പരാതി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഡൽഹി കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ആരോപണ വിധേയരിൽ മിക്കവരും മരിച്ചതോടെ ഈ കേസിലെ CBI അന്വേഷണം വഴിപാടായി. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ ചർച്ചയും കോൺഗ്രസിന്റെ താൽക്കാലിക പതനത്തിന് കാരണവുമായത് ഈ ആയുധ ഇടപാടാണ്. പോളിംഗ് ബൂത്തിൽ ഇടവേള. പോളിംഗ് ബൂത്ത് തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഗതകാല സ്മരണയിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലത്തെ പാരഡി പാട്ടുകളെ അത്ര നല്ല കാര്യമായി കാണാൻ കഴിയില്ലെന്നാണ് പ്രശസ്ത ഗായകൻ G. വേണുഗോപാലിന്റെ നിലപാട്. പാട്ടിന്റെ രാഷ്ട്രീയത്തെ കളയുകയും ജനാധിപത്യത്തെ തമാശയാക്കുകയും ചെയ്യുന്നതിനെ എതിർക്കണം. സിനിമയും പാട്ടും നിർവഹിച്ച രാഷ്ട്രീയ മുഖത്തെ കാണാതിരിക്കാൻ സാധിക്കില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. പാട്ടുപാടി മലയാളിയെ കീഴടക്കിയ G. വേണുഗോപാൽ എന്ന ഗായകൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സൂക്ഷിക്കുന്നു. ആദർശത്തിൽ വെള്ളം ചേർത്ത് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം നഷ്ടപ്പെട്ട കാലമാണെന്നാണ് ഈ പാട്ടുകാരൻ്റെ ഉറച്ച അഭിപ്രായം. ഈ ഒരു കമ്മ്യൂണിസ്റ്റ്കാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നതിൽ ധാരാളം വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന അന്ന് തുടങ്ങിയ ഒരു സംഘടനയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി. പിന്നെ പിൽക്കാലത്താണ് ആവുന്നത്. ഇത്രമാത്രം അതിൽ വെള്ളം ചേർന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. ഇന്ന് നമ്മൾ കാണുന്ന ഒരു കോൺഗ്രസ്സുകാരനും ശരിയായിട്ടുള്ളൊരു ആദർശവാനായ ഒരു കോൺഗ്രസ്സുകാരനല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ശരിയായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. മലയാളത്തിലെ ലളിതഗാന ശാഖയും നാടകഗാനങ്ങളുമടക്കം രാഷ്ട്രീയ ചലനങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം കഴിഞ്ഞു. പാരഡി ഗാനങ്ങൾ ഇറക്കി രാഷ്ട്രീയത്തെ തന്നെ വികലമാക്കുന്നത് ശരിയല്ലെന്നാണ് വേണുഗോപാൽ പറയുന്നത്. സ്ഥാനാർത്ഥികൾക്ക് പാട്ടും പാടി ജയിക്കാനുള്ള ഈ തന്ത്രം അത്ര നല്ലതല്ലെന്നും ഈ ഗായകൻ പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആരവം വാനോളം ഉയരുമ്പോഴും മലയാളത്തിന്റെ വേണുനാദത്തിന് തെരഞ്ഞെടുപ്പ് സിനിമാ ഗാനങ്ങൾ തന്നെയാണ് ഓർമ്മകളിൽ നിറയുന്നത്. കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല,
വോട്ടില്ല 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 കടുവ പെട്ടേക്കോട്ടില്ല. കൃഷിക്കാർക്ക് കൃഷിഭൂമി, പണക്കാർക്ക് മരുഭൂമി, തൊട്ടിൻകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു, മീഡിയ 1 കോട്ടയം. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആവശ്യങ്ങളും. ആദിവാസി വിഭാഗങ്ങളിൽ കൂടുതൽ പരിരക്ഷ ആവശ്യമുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രാക്തന ഗോത്ര വിഭാഗക്കാർ. വയനാട്ടിൽ കാട്ടുനായ്ക്കരാണ് ഈ വിഭാഗത്തിൽ ഉള്ളത്. കോടികൾ മുടക്കുമ്പോഴും ഇതിന്റെ ഫലം തങ്ങൾക്ക് ലഭിക്കാത്തതിൽ രോഷാകുലരാണ് ഇവർ. ഇവർക്കും പറയാനുണ്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിലത്. വോട്ടിന് ഞങ്ങൾ ഇക്കൊല്ലം പോകുന്നില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ റോഡ് നമുക്ക് നന്നാക്കി കിട്ടിയാലേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ കോളനിയിലുള്ളവർ ആരും പോകില്ല. റോഡും കുടിവെള്ളം ശരിയാക്കി തന്നാൽ ചെയ്യും. മാറി മാറി വരുന്നവർ മുഖ്യമന്ത്രിയായിട്ടും MLA ആയിട്ടും കയറി പോകുന്നുണ്ടല്ലോ. ആദിവാസികൾ ഇങ്ങനെ കുടിവെള്ളം ഇല്ലാതെ റോഡ് സൗകര്യം ഇല്ലാതെ മൂലയ്ക്ക് കിടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി സുഖമില്ലാതെ ആയി കിടന്നാലും കൂടെ ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് പോകണമെങ്കിൽ തന്നെ 1000 റുപ്യ 2000 റുപ്യ വരെ എണ്ണി കൊടുക്കണം. അങ്ങനത്തെ അവസ്ഥ ഇപ്പോൾ. എന്തായാലും ഈ വർഷം ഇനി വോട്ടിനായിട്ട് ആരും ചോദിച്ചിങ്ങോട്ട് വരണ്ട, ഞങ്ങൾ വോട്ട് ചെയ്യുമില്ല. കുടിവെള്ള പ്രശ്നം പിന്നെ റോഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഏത് പാർട്ടി വന്നാലും ഞങ്ങൾക്ക് ഞാൻ ഇത്തവണ വോട്ട് ബഹിഷ്കരിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിലെ വേറിട്ട കാഴ്ചകൾ. ശക്തമായ മത്സരം നടക്കുന്ന എറണാകുളത്തെ പ്രചാരണത്തിനും വ്യത്യസ്തതകൾ ഏറെയാണ്. അത്തരത്തിൽ വൈവിധ്യമാർന്ന ഒരു പ്രചാരണ മുറയാണ് KV തോമസിന് വേണ്ടി ഇന്ന് നഗരത്തിൽ നടന്നത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 5 നാൾ മാത്രം ശേഷിക്കുമ്പോൾ പ്രചരണ രംഗത്ത് പുത്തൻ ആശയങ്ങൾ പയറ്റുകയാണ് എറണാകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KV തോമസ്. KV തോമസിന്റെ ചിത്രമുള്ള മുഖംമൂടി ധരിച്ച 100ഓളം പേരാണ് ഇന്ന് നഗരപ്രദക്ഷിണം നടത്തിയത്. പനമ്പിള്ളി നഗറിൽ നിന്നാരംഭിച്ച് കടവന്ത്ര വഴി പനമ്പിള്ളി നഗറിൽ തന്നെ തിരിച്ചെത്തും വിധത്തിലായിരുന്നു പരിപാടി. വർണ്ണ ബലൂണുകൾ കെട്ടിയ സൈക്കിളിൽ പോകുന്ന അനവധി തോമസുമാരെ കണ്ടപ്പോൾ നാട്ടുകാർക്കും കൗതുകം. തുടർന്ന് കടവന്ത്രയിൽ വെച്ച് സ്ഥാനാർത്ഥിയുമായി കുട്ടിമാഷുമാർ നേർക്കുനേർ. പിന്നെ മാധ്യമപ്രവർത്തകർക്ക് പോസ്റ്റ് ചെയ്ത് മാഷും കൂട്ടരും. ഇത്തവണ യുവാക്കളാണ് തനിക്ക് വേണ്ടി കൂടുതലായി പ്രചരണത്തിനിറങ്ങുന്നതെന്ന് KV തോമസ് മാധ്യമങ്ങളോട്. തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ധാരാളം ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്തവണ ഏറ്റവും കൂടുതൽ ആവേശം കണ്ടത് പെൺകുട്ടികളും സ്ത്രീകളുമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ പോലും പുറത്തിറങ്ങി വന്ന് അവർ സ്വീകരണം നൽകുന്നു. വലിയ ആവേശം നമുക്ക് പൊതുവെ കാണാൻ കഴിയും. UDFന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് വ്യത്യസ്തമായ ഈ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തത്. മീഡിയ 1 കൊച്ചി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, കോടികൾ മറിയുന്ന ബിസിനസ് കൂടിയാണ്. പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്നത് കോടികളാണ്. തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും കേക്ക് കച്ചവടക്കാർക്കും ചാകരയാണിപ്പോൾ. രാഷ്ട്രീയത്തിന് പുറത്ത് പലർക്കും ബിസിനസ് സീസൺ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലം. നേരത്തെ പ്രസ് ഉടമകൾക്കും മൈക്ക് ഓപ്പറേറ്റർമാർക്കുമായിരുന്നു ചാകര. ഇപ്പോൾ ബേക്കറി ഉടമകളും തെരഞ്ഞെടുപ്പിന്റെ കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത കേക്കുകളുമായാണ് ബേക്കറികൾ തെരഞ്ഞെടുപ്പിനെ ആഘോഷമാക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള കേക്കുകൾ, കോൺഗ്രസിന്റെ കൈപ്പത്തി, BJPയുടെ താമര, ആം ആദ്മിയുടെ ചൂൽ എല്ലാം നിങ്ങൾക്ക് കേക്കായി വാങ്ങാം. ബേക്കറിക്കാരുടെ പരീക്ഷണം പാളിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയതോടെ കേക്കുകൾക്ക് ക്രിസ്മസ് കാലത്തെ കച്ചവടമാണ്. मुझे बहुत मजा आया. जैसे चुनाव का इस वक्त चल रहा है उस तरीके से हर जगह बाजार, हर जगह केक. तो केक देख के मुझे बहुत एक्साइटेड हुआ कि वाओ, केक में भी आजकल इलेक्शन का इतनी धूम मची हुई है. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർക്ക് മാത്രമല്ല, തോൽവിയുടെ കയ്പ് അനുഭവിക്കുന്നവർക്കും ഈ തെരഞ്ഞെടുപ്പ് കേക്കുകൾ മധുരമാകും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ചെറുപ്പക്കാർക്കും ചിലത് പറയാനുണ്ട്. അഴിമതി ഇങ്ങനെ പോയാൽ ചിലപ്പോൾ അവർ നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് കളയും. കോട്ടയത്തെ വോട്ടുകടയിലെ ഒരു കന്നി വോട്ടറുടെ തെരഞ്ഞെടുപ്പ് വിചാരങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ പോളിംഗ് ബൂത്ത് അവസാനിപ്പിക്കാം. വീണ്ടും കാണാം പോളിംഗ് ബൂത്തിലൂടെ. ശുഭരാത്രി.
ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള വോട്ടുണ്ടോ അവന്? ഉണ്ട്. എത്ര വോട്ട് ചെയ്തു? കന്നി അയ്യപ്പനാണ്. കന്നി അയ്യപ്പൻ അല്ലേ? ആദ്യത്തെ വോട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ പാർലമെന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പാർലമെന്റ് ബൂത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പം എന്താണ്, നമ്മുടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു മനസ്സാണ്, ഈ മനസ്സിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി തോന്നുന്നത് എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അഴിമതിയുടെ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ LDF-നും ഞങ്ങൾ UDF-നും ഞങ്ങൾ മുന്നണി പറഞ്ഞു, ഈ അഴിമതി രാഷ്ട്രീയത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഇവിടെ അക്രമ രാഷ്ട്രീയവും ഞങ്ങൾ ചിലപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുകയാണെങ്കിൽ നോട്ടൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്തേക്കും. വികസനം എന്ന് പറയുന്നുണ്ട്. വികസനം ഇപ്പം സയൻസ് സിറ്റി കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. സയൻസ് സിറ്റി കൊണ്ടുവന്ന് ഏറ്റവും മുഹൂർത്തത്തിലാണ് അവർക്ക് സയൻസ് സിറ്റി എന്ന വികസനം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ. അതായത് അടുക്കാറായപ്പോഴത്തേക്കും അത് ഏകദേശം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചല്ലോ, അതിനെപ്പറ്റിയൊക്കെ മോൻ എന്തെങ്കിലും ധാരണയുണ്ട്? കരട് വിജ്ഞാപനം അതും വളരെ ഒരു കാപട്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും നടപ്പിലാക്കേണ്ട അത്യാവശ്യ സാഹചര്യമാണ്. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അഡ്വാൻസ്ഡ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഒരു വിരൽ തുമ്പിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിന് നമ്മൾ വില കൊടുക്കണം. കാരണം വളർന്നു വരുന്ന യുവത്വമാണ്.